പ്രാവശ്യം കൂടെ തിരുവചനം തിരുമധുരത്തിൻ്റെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശുശ്രൂഷ ആരംഭിക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ദിവാത്സല്യമായ സുഹൃസ്നാഥ, എൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവേ ഞങ്ങളെ ഇത്രത്തോളം ബലപ്പെടുത്തിയവൻ കൃപാൽക്കാർ നന്ദിയോട് സ്തോത്രം. ഈ വർഷത്തിൻ്റെ ഇന്ന നാളുകൾ അത്രയും ഞങ്ങളെ കാത്തിരുപാലിക്കുകയും കർത്താവ് ഓരോ ദിവസവും വഴി നടത്തിയ എല്ലാ നന്മകൾക്കായി നന്ദിയോട് സ്തോത്രം. കർത്താവ് ഇന്നത്തെ കർത്താവ് എപ്പിസോഡ് നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവ്, നിൻ്റെ കൃപയുടെ സാന്നിധ്യം കർത്താവ് ഇതിന്മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ വചനം ജനത്തെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ കർത്താവ്, വചനത്തിൽ കർത്താവ് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വചനമായി മാറുവാൻ കർത്താവ് ഈ ശുശ്രൂഷയിലെ അനേകരെ നിൻ്റെ വചനത്തിൽ ഉറപ്പിക്കുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അടിയൻ അങ്ങേടതാണ്, ജനം അങ്ങേടാണ്, വചനം അങ്ങേടാണ് കർത്താവ്. നിൻ്റെ കൃപയുടെ സാന്നിധ്യം അടിൻ്റെ കണ്ടത്തോടെ, ശബ്ദത്തോടെ, വാക്കുള്ള വചസ്സലോടെ ഏറ്റവും ലളിതമായി തൻ്റെ ജനത്തെ നിൻ്റെ വചനത്തിൽ ഉറപ്പിക്കാൻ ഇടയാക്കണമെന്ന് നീ സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ദൈവത്തിൻ്റെ പൊന്നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ അളവറ്റ കൃപകളാൽ ഈ നാളുകൾ അത്രയും ദൈവം നമ്മളെ വഴി നടത്തുവാനിടയാക്കി. അനേകമായ ക്ലേശങ്ങളും വേദനകളുടെയും മധ്യത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നിവർത്തിയാക്കുവാൻ അതിൻ്റേതായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ഇന്നത്തെ ആധുനിക മേഖലകളിൽ പ്രത്യേകിച്ചും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോടെ കടന്നു വന്നേ പിന്നെ ഓരോ കാര്യത്തിനും ഉത്തരം ലഭ്യമാകുവാൻ ഇന്ന് അനേകർ അതിലാണ് ആശ്രയിക്കാനൊക്കെ ആരംഭിച്ചിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമായാലും ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകളായിരിക്കും, മാനസിക സംഘർഷങ്ങളായിരിക്കും, ഔദ്യോഗിക രംഗ പ്രതിസന്ധികളായിരിക്കും. അതിന് ഉത്തരം തേടുന്നത് ഇന്ന് ജനം പലപ്പോഴും ഇപ്രകാരമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പല മേഖലയിൽ കൂടെയാണെന്ന് നമ്മൾ കാണാറുണ്ട്. ഇന്ന് ലോകത്തെമ്പാടും ജനമധ്യത്തിൽ ആത്മീയ പ്രവർത്തനം അല്ലെങ്കിൽ ആത്മീയതയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളായിരിക്കുന്ന ദേശമായാലും മറ്റ് സംസ്ഥാനങ്ങളായാലും മറ്റ് രാജ്യങ്ങളായാലും എവിടെയും നാം നോക്കുമ്പോൾ ഇന്ന് ആത്മീയ പ്രവർത്തന മേഖലകളിൽ ജനം അധികം കടന്നു വരാതെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഞാനും നിങ്ങളും കാണുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ യുവതലമുറകളുടെ മധ്യത്തിൽ പലപ്പോഴും ഇന്ന് അത് കുറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, ദൈവമുണ്ടോ എന്നുള്ള ചോദ്യം പോലും ഉയരുന്ന അവസ്ഥകൾ വന്ന് ഭവിച്ചിരിക്കുന്നു. അത് ക്രൈസ്തവ സമൂഹത്ത് മാത്രമല്ല, മറ്റുള്ള സഭകളിലും മറ്റുള്ള വിശ്വാസത്തിൽ പോലും ഇപ്രകാരമുള്ള ചോദ്യങ്ങളും ഇപ്രകാരമുള്ള സംശയങ്ങളും ഒക്കെ ഉയരുന്നതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ നമ്മുടെ വചനത്തിൽ കൂടെ നമ്മൾ പഠിച്ചിരിക്കുന്നതും മനസ്സിലാക്കിയ അന്ത്യകാല കാലത്തിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഉയരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല. നാം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകം ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചു വളരുന്ന തലമുറയെ നാം ചിന്തിക്കുമ്പോൾ നാം അവരെ ചെറുപ്രായത്തിൽ അവരെ എല്ലാ ആഴ്ചകളിലും നമ്മുടെ ദേവാലയങ്ങൾ ആരാധനയിലൊക്കെ സംബന്ധിക്കാൻ അവരെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. അവർ കടന്നു ചെല്ലുന്നുണ്ട്. അവിടെ ആ ആരാധനാക്രമങ്ങളൊക്കെ അവർ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലെത്രമാത്രം അവർക്ക് ഇഴുകിച്ചേരുവാൻ കഴിയുന്നെന്ന് ആരും അതിനെപ്പറ്റി ചിന്തിക്കാറോ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ തയ്യാറില്ല. കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപ് സഭാപിതാക്കന്മാർ ഏറ്റവും അനുഗ്രഹത്തോടെ പരിശുദ്ധാത്മ നിറവിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കുന്നതിനാൽ ഇന്നത്തെ കാലോചിതമായ ചിന്തകൾക്ക് അതീതമായി അതിന് മാറ്റം വരുത്തുവാൻ ആരും തയ്യാറില്ല. ഇന്നത്തെ യുവതലമുറകളുടെ ജീവിതത്തിൽ ഇപ്രകാരം അവർ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അനേക ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഉയരാറുണ്ട്. പലപ്പോഴും ആ ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആയിരിക്കുന്ന സഭകളിലായാലും ശുശ്രൂഷകളിലായാലും ഏത് മേഖലയിലായാലും അവരോട് ഉത്തരം പറയുവാൻ ഇടയാക്കുന്നത് ഇതിങ്ങനെയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക. അതിൽ കൂടുതൽ അവരുടെ ആ ജിജ്ഞാസയ്ക്കൊത്തവണ്ണം ഉത്തരം നൽകുവാൻ ആരും തയ്യാറെടുക്കാറില്ല. ഇന്ന് നാം ജീവിതത്തിൽ ഇത്രത്തോളം മറ്റ് എല്ലാ മേഖലകളിലും മുൻപോട്ട് നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇന്ന് ആത്മീയ മേഖലകളിൽ നാം പിന്നോട്ട് നിൽക്കുന്നു? എന്തുകൊണ്ട് കാലോചിതമായ മാറ്റങ്ങളും ചിന്തകളും ആത്മീയ മേഖലകളിൽ വരുത്തുവാൻ കഴിയുന്നില്ല? അപ്പോൾ പലപ്പോഴും പറയുന്നത് എന്താണ്? വചനത്തിൻ്റെ അടിസ്ഥാനമായി, വചനം കാലത്തിന് അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നതാണ്. കാരണം ഇത് ജീവനും ജീവിപ്പിക്കുന്നതുമായ വചനമാണെന്ന് നാം പറയുന്നുണ്ടെങ്കിൽ ജീവനും ജീവിപ്പിക്കുന്നതുമായ വചനം കാലോചിതമായ മാറ്റങ്ങളും വരുത്തുവാൻ കഴിയുമെന്ന് നാം മനസ്സിലാക്കണം.
നമ്മുടെ ജീവിതത്തിൽ വചനമായി അത്രമാത്രം ബന്ധമുണ്ട്. നമ്മുടെ ആരാധനയിൽ വചനമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട്. ആരാധനകളും ശുശ്രൂഷകളും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിലനിൽക്കുന്നതെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും പിന്നെ നടന്നു പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് വചനത്തിന് വേണ്ടിയ രീതിയിലുള്ള മുൻതൂക്കം കൊടുക്കാതെ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളായിരിക്കുന്ന ശുശ്രൂഷകളിലും സഭകളിലും ആ മൂല്യങ്ങൾ കുറയുക മാത്രമല്ല, ജനവും കുറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ഇന്നത്തെ ഈ സമയത്ത് ഞാൻ നിങ്ങളോടൊപ്പം അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്കൊക്കെ വ്യക്തമായി പലവട്ടം നാം കേൾക്കുകയും നാം പറയുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വേദവാക്യമാണ് സങ്കീർത്തനം 119 105 വാക്യം. നിന്റെ വചനം എന്റെ കാലുകൾക്ക് ദീപവും നിന്റെ വചനം എന്റെ കാലുകൾക്ക് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു. വചനം കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവും എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ദൈവിക സാന്നിധ്യവും വചനമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ കടന്നുപോയാലും, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി മേഖലയിൽ കടന്നുപോയാലും നമ്മളെ പ്രകാശമായി വഴി നടത്തത്തക്കവണ്ണം വചനം നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഇടയാകും. അത് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആ വേദപുസ്തകം എടുത്ത് വായിക്കുകയല്ല, പക്ഷെ വചനമായിട്ട് നമുക്ക് ആഴമായൊരു ബന്ധം വേണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി മേഖലകളിൽ നാം വചനമായിട്ടൊരു ആഴമായ ബന്ധമുണ്ടെങ്കിൽ, സന്തോഷ സമൃദ്ധിയുള്ള കാലത്തിലും വചനമായ ആഴമായൊരു ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് ആഴമായൊരു ബന്ധമുണ്ടാകും. ഇവിടെ എൻ്റെ കാലുകൾക്ക് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവിക പ്രവർത്തനത്തിൻ്റെ പൊരുളാണ് അവിടെ നമ്മളെ മനസ്സിലാക്കുന്നത്. അത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഫിലിപ്പിയ ലേഖനം 2:14-15 വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്തിൻ്റെ അവസ്ഥയെപ്പറ്റിയാണ് അവിടെ യഥാർത്ഥത്തിൽ പറയുന്നത്. പിറുപിറുപ്പും വാദവും കൂടാതെ എല്ലാം ചെയ്യുവിൻ. നിങ്ങൾ നിഷ്കളങ്കരും നിരപരാധികളും ദൈവത്തിന്റെ കുറ്റമറ്റ മക്കളുമായി വക്രതയും വഷളത്വവും നിറഞ്ഞ തലമുറയുടെ നടുവിൽ വെളിച്ചമായി ലോകത്തിൽ പ്രകാശിക്കട്ടെ. അവിടെ നാം ഇന്ന് ആ പറയുന്ന കാര്യങ്ങളൊന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുമെങ്കിൽ, പിറുപിറുപ്പും വാദവും കൂടാതെ എല്ലാതും ചെയ്യുവിൻ. ഇന്ന് പിറുപിറുപ്പും വാദവും ഇല്ലാത്ത ഒരു പ്രവർത്തനവുമില്ല. അത് എവിടെയായാലും, ഔദ്യോഗിക രംഗത്തായാലും, കുടുംബജീവിതത്തിലായാലും, സാമൂഹിക ജീവിതത്തിലായാലും, ആത്മീയ മേഖലകളിലായാലും ഈ പിറുപിറുപ്പും വാദവും ഇല്ലാത്ത ഒരു സാഹചര്യവും ഇന്ന് ജീവിതത്തിൽ കാണുവാൻ കഴിയുകയില്ല. ഏത് പ്രവർത്തന മേഖലയിൽ കടന്നുപോയാലും, ഒരു വിവാഹ ചടങ്ങിൽ കടന്നുപോയാലും, അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ കടന്നുപോയാലും, ഒരു പിറുപിറുപ്പോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി എന്തെങ്കിലും ഒരു വാദമുഖം പറയാതെ ആരും കടന്നു പോവുകയില്ല. ഇന്ന് മനുഷ്യ ജീവിതത്തിൽ പിറുപിറുപ്പ് അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നത്. എന്തിനും ഏതിനും പിറുപിറുക്കുന്ന അവസ്ഥ. നന്മകൾ ലഭ്യമായാലും തിന്മയിൽ കടന്നുപോയാലും പിറുപിറുക്കുന്ന അവസ്ഥ. ഇവിടെ പറയുന്നത് എന്താണ്? പിറുപിറുപ്പും വാദവും കൂടാതെ എല്ലാം ചെയ്യുവിൻ. ഫിലിപ്പിയ സഭയോട് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ആധുനിക മേഖലയിൽ എന്നോടും നിങ്ങളോടും യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. പിറുപിറുപ്പും വാദമുഖം എല്ലാതും ചെയ്യുവിൻ. രണ്ടാമതും വായിക്കുമ്പോൾ, നിങ്ങൾ നിഷ്കളങ്കരും നിരപരാധികളും ദൈവത്തിൻ്റെ കുറ്റമറ്റ മക്കളുമായി വക്രതയും വഷളത്വവും നിറഞ്ഞ തലമുറയുടെ നടുവിൽ വെളിച്ചമായി ലോകത്തിൽ പ്രകാശിക്കണം. നാം വെളിച്ചമായി പ്രകാശിക്കണമെങ്കിൽ നാം വെളിച്ചമായി തീരുന്നത് എങ്ങനെയാണ്? വചനവും ദൈവവുമായിട്ട് ആഴമായൊരു ബന്ധമുള്ളപ്പോൾ നാം തനിയെ വെളിച്ചമായി തീരും. ഇവിടെ നിങ്ങൾ നിഷ്കളങ്കരും നിരപരാധികളുമായി തീരണം എന്നാണ് പറയുന്നത്. നിഷ്കളങ്കത ഇല്ലാത്തൊരു ജനമധ്യത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. വക്രത നിറഞ്ഞ ജീവിതം, വക്രത നിറഞ്ഞ ചിന്തകൾ, വക്രത നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ മധ്യത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കാരണം എങ്ങനെയും എന്തും എപ്രകാരം എൻ്റെ കൈക്കലാക്കാൻ, എൻ്റെ കാൽച്ചൂടിലാക്കാനുള്ള പ്രവർത്തന മേഖലയിൽ കൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് പോകുന്നത്. ആ ജനമധ്യത്തിൽ ഇന്നത്തെ യഥാർത്ഥത്തിൽ 2000 വർഷം മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ യഥാർത്ഥമായ അവസ്ഥ ഇതാണ്.
നിഷ്കളങ്കയില്ലാത്ത അവസ്ഥകൾ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? നമുക്ക് വചനമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നാം പ്രകാശമായി തീരും. നമുക്ക് ദൈവവുമായിട്ട് ആഴമായൊരു ബന്ധമുണ്ടെങ്കിൽ നാം മറ്റുള്ളവരുടെ ജീവിതത്തിലൊരു ദീപമായി തീരുവാൻ ഇടയാക്കും, പ്രകാശ ഗോപുരമായി തീരുവാൻ ഇടയാക്കും. അപ്രകാരമായി തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കൊത്തവണ്ണം നമ്മുടെ ജീവിതമായി തീരുകയുള്ളൂ. പക്ഷേ പലപ്പോഴും അത് ചെയ്യാതെ പോകുവാൻ ഇടയാകുന്നത് നമുക്ക് അപ്രകാരം വചനമായിട്ടൊരു ബന്ധമുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. നാം ആരാധനയിൽ കടന്നുപോയി സുവിശേഷ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും, കൺവെൻഷനുകളിൽ കടന്നു പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ആ കേൾക്കുന്ന പ്രസംഗം എന്നെയും നിങ്ങളുടെയും ജീവിതത്തിൽ എത്രമാത്രം സ്പർശിക്കുന്നുണ്ടെന്ന് നാം ചിന്തിക്കണം. അവിടെ ആ പ്രസംഗം കേൾക്കുമ്പോൾ അതിന് മാർക്കിടാനാണോ നാം കടന്നു പോകുന്നത്? അതോ എൻ്റെ കർത്താവും ദൈവമേ ആ പ്രസംഗം എൻ്റെ ഹൃദയത്തിൽ മാറ്റം വരുത്തുവാൻ പ്രാർത്ഥിച്ചിട്ടാണോ നാം കടന്നു പോകുന്നത്? സങ്കീർത്തനം 119 101 തൊട്ട് 104 വരെ വായിക്കുമ്പോൾ കൂടുതലായിട്ട് നമുക്കിതിനെപ്പറ്റി മനസ്സിലാക്കുവാൻ കഴിയും. നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. നീ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിന്റെ വിധികൾ വിട്ടുമാറിയിട്ടില്ല. തിരുവചനം എന്റെ നാവിന് എത്ര മധുരം. അവ എന്റെ വായ്ക്ക് തേനിനേക്കാൾ മധുരമാകുന്നു. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു. അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. എത്ര വ്യക്തമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വചനവും ആ വചനത്തിൻ്റെ മഹാത്മ്യപ്പറ്റി വ്യക്തമായി ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്. അതായത് നിന്റെ വചനം പ്രമാണിക്കേണ്ടത് ഞാൻ സകല ദുർമാർഗത്തിൽ നിന്നും കാൽ വിലക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ നാം വിലക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈ കാൽ വിലക്കുക എന്ന് പറയുന്നത് ദുർമാർഗത്തിൽ വെറും കാലല്ല, നമ്മുടെ കണ്ണുകളായാലും നമ്മുടെ വാക്കുകളായാലും നമ്മുടെ കൈകളായാലും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ദുർമാർഗത്തിലേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ യഥാർത്ഥമായി ആ ദൈവം നമ്മളോട് വചനത്തിൽ കൂടെ പഠിപ്പിച്ചിരിക്കുന്ന ജീവിത രീതിയിലാണോ ഞാൻ ജീവിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം. രണ്ടാമത് പറയുന്നത്, നീ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിൻ്റെ വിധികൾ വിട്ടുമാറിയിട്ടില്ല. വചനത്തിൽ കൂടെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം വിട്ടുമാറാതെയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കാലുകളെ നമുക്ക് വിലക്കുവാൻ കഴിയുന്നത്. മൂന്നാമത്തെ പറയുന്നത്, തിരുവചനം എൻ്റെ നാവിന് എത്ര മധുരം, അവ തേനേക്കാൾ എത്രയും മധുരമാകുന്നു. അതായത് നമ്മുടെ കയ്പിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്നത് ഈ തിരുവചനമാണ്. കയ്പേറിയ ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാം ഈ മധുരം പകരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ മധുരം നാം ആസ്വദിക്കണം. ആദ്യം വചനമായ മധുരം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആസ്വദിക്കുവാൻ നാം ഒരുക്കപ്പെടുമ്പോൾ, അതിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യത്തിനും മധുരം തനിയെ വരുവാൻ ഇടയാകും. നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ കൈവേലകൾക്കും മാധുര്യം തന്നെ വരുവാൻ ഇടയാകും. കാരണം അവിടെ പ്രവർത്തിക്കുന്നത് ദൈവിക സാന്നിധ്യമാണ്, അവിടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അത് സ്വാതന്ത്ര്യവും സമാധാനവും നൽകുന്ന പ്രവർത്തനമായി മാറും. പക്ഷേ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അപ്രകാരം മാധുര്യമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നാം മധുരമായ ഈ തിരുവചനത്തിനെ ആസ്വദിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനം പറയുന്നത് എന്താ? നിൻ്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. നാം യഥാർത്ഥത്തിൽ വ്യാജമാർഗം വെറുക്കുന്നവരാണോ വ്യാജമാർഗം തേടുന്നവരാണോ നാം ചിന്തിക്കണം. ആ വചനം നമുക്ക് വിവേകം നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ ഏത് തട്ടിലുമായിക്കൊള്ളട്ടെ വചനമായൊരു ബന്ധമുണ്ടെങ്കിൽ അത് നമ്മുടെ ബുദ്ധിയെ തെളിയിക്കുക മാത്രമല്ല, നമ്മുടെ പാതകളെ പ്രകാശിപ്പിക്കുക മാത്രമല്ല, ദൈവിക വിവേകത്താൽ വഴി നടത്തുവാൻ ഇടയാകും. വേണ്ടിയ കാര്യങ്ങൾക്കൊത്തവണ്ണം ചിന്തിക്കുവാൻ നമ്മളെ സഹായിക്കും. നമുക്കറിയാം, കർത്താവിൻ്റെ ജീവിതത്തിലും ആ കർത്താവിൻ്റെ പരസ്യപ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് ഉപവാസം കഴിഞ്ഞ് കടന്നു വരുമ്പോൾ പ്രതിയോഗി വചനത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചാണ് അവിടെ ആദ്യമായി പരീക്ഷിക്കുവാൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ ആ പ്രതികരണം നാം ഒന്ന് മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 4:4 ഇപ്രകാരമാണ് പറയുന്നത്. അതിന് അവൻ
അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്നെഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതായത് നമ്മുടെ ശാരീരികമായ വിശപ്പുണ്ട്, പക്ഷേ അപ്രകാരം തന്നെ ആത്മീയമായ വിശപ്പുണ്ട്. ശാരീരികമായ വിശപ്പ് തീർക്കുവാൻ ചിലപ്പോൾ ലൗകികമായ അപ്പം കഴിയും, പക്ഷേ നമ്മുടെ ആത്മീയമായ വിശപ്പ് തീർക്കണമെങ്കിൽ ദൈവവചനമായിട്ടൊരു ആഴമായ ബന്ധം വേണം. വചനം കൊണ്ട് മാത്രം അപ്പം കൊണ്ട് മാത്രമല്ല, പക്ഷെ ദൈവവചനമുണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത വരികയുള്ളൂ. അവൻ്റെ വിശപ്പും ദാഹവും അടക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം ഇപ്രകാരം ആ ദൈവവചനമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മളെ തന്നെ എല്ലാ കാര്യത്തിലും നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയും. മറ്റുള്ള കാര്യങ്ങളിലേക്കുള്ള ആസക്തി കുറയുവാൻ ഇടയാക്കുവാൻ കഴിയും. അതിനെ നിയന്ത്രിക്കുവാൻ കഴിയും. അതിൽ നിന്ന് അതിജീവിക്കുവാൻ നമുക്ക് കഴിയും. മുമ്പോട്ട് വായിക്കട്ടെ. എബ്രായ ലേഖനം 4:12 ഇപ്രകാരമാണ് പറയുന്നത്: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതുമാകുന്നു. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധ്യമജ്ജകളെയും വേർപെടുത്തുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അപ്പോൾ ദൈവവചനത്തെ പറ്റി എത്ര വ്യക്തമായിട്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അതിൻ്റെ വ്യത്യസ്തമായ ഗുണങ്ങളെ പറ്റിയാണ് പറയുന്നത്. ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതുമാകുന്നു. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപെടുത്തുന്നത് വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും ആഗ്രഹങ്ങളും ദൈവഹിതപ്രകാരമാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനമായിട്ടൊരു ബന്ധം വേണം. കാരണം അത് ആ ദൈവിക വചനം ദൈവിക വിവേകത്തിലേക്ക് നമ്മളെ വഴി നടത്തുവാൻ ഇടയാകും. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആ ജീവനും ചൈതന്യമുള്ളൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ദൈവവചനമായിട്ട് ഒരു ബന്ധം വേണം. ദൈവവചനമായിട്ട് ബന്ധം എന്ന് പറയുമ്പോൾ ദൈവവചനം നമ്മൾ പഠിക്കുക, വായിക്കുക, പഠിക്കുക, അതിനെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ ദൈവത്തോട് നാം കാംക്ഷിക്കുമ്പോഴാണ്. ദൈവമേ, ഈ വചനം എൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യണേ, നിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കുവാൻ എൻ്റെ ഹൃദയങ്ങളെ തുറക്കണമേ, എൻ്റെ അന്തരാത്മാവിനെ നീ ഉണർത്തത്തക്കോണം അതിടയാക്കണമെന്ന് പ്രാർത്ഥന. പക്ഷേ പലപ്പോഴും ഇന്ന് കാലത്തിൻ്റെ ഓട്ടത്തിൽ പ്രാർത്ഥന വേണമെന്നുകൊണ്ട് അതിശീഘ്രം ദൈവവചനം ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് ജീവിക്കുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ വായിക്കുന്ന ദൈവവചനം എന്നിൽ ക്രിയ ചെയ്യുവാൻ, ഈ വായിക്കുന്ന ദൈവവചനത്തിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കുവാൻ നാം എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്. അപ്രകാരം പരിശ്രമിക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ജീവനും ചൈതന്യം മാത്രമല്ല, അതിനെക്കാട്ടി ഉപരി എൻ്റെ പ്രവർത്തനങ്ങൾ വിവേചിച്ച് പ്രവർത്തിക്കുവാനുള്ള കൃപ നൽകും. എൻ്റെ ചിന്തകൾക്ക് വിവേചിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള കൃപ നൽകും. മത്തായിയുടെ സുവിശേഷം 24:35 ഇപ്രകാരമാണ് പറയുന്നത്: ആകാശവും ഭൂമിയും കടന്നു പോകും, എൻ്റെ വചനങ്ങളോ മാറിപ്പോവുകയില്ല. കർത്താവ് പറയുന്ന കാര്യമാണ്. അവർ സൃഷ്ടിച്ചിരിക്കുന്ന ആകാശവും ഭൂമിയും ചിലപ്പോൾ മാറിപ്പോയെന്നായിരിക്കും, പക്ഷേ ദൈവവചനത്തിന് മാറ്റമില്ലെന്നാണ് പറയുന്നത്. ദൈവവചനത്തിന് മാറ്റമില്ലെന്ന് പറയുമ്പോൾ കാരണം അത് ഇന്നും ജീവനും ജീവിപ്പിക്കുന്ന വചനമാണ്. ഇറ്റ്സ് കോൾഡ് ലിവിങ് വേർഡ്, ജീവനുള്ള വചനം. മറ്റ് ഒരു പുസ്തകവും ഒരു വ്യക്തിയെ മാറ്റുവാൻ കഴിയുകയില്ല. പക്ഷേ ഇവിടെ ദൈവവചനം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുക മാത്രമല്ല, യഥാർത്ഥമായ ദൈവിക വചനത്തിന് മനസ്സിലാക്കുവാൻ, പൊരുളുകൾ മനസ്സിലാക്കുവാൻ നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുക മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രകാശഗോപുരമായി അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കുന്ന വ്യക്തികളായി നാം തീരും. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23:29 ഇപ്രകാരമാണ് പറയുന്നത്:
എന്റെ വചനം തീ പോലെയും എൻ്റെ വചനം തീ പോലെയും പാറയെ പിളർക്കുന്ന പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ? ചുറ്റിക പോലെയുമല്ല, തീ പോലെയും വിശുദ്ധീകരിക്കുന്നത്. അതേസമയം തടസ്സങ്ങളെ തകർക്കത്തക്കോണം പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയുമാണ്. ഇന്ന് ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന ജനസമൂഹമാണെങ്കിൽ ഒന്നു മാത്രം ഓർത്തുക, വചനമായിട്ടൊരു ആഴമായ ബന്ധത്തിലേക്ക് കടന്നു വരും. അത് നിങ്ങളുടെ ജീവിതത്തിലെ ശുദ്ധീകരിക്കുക മാത്രമല്ല, തടസ്സങ്ങളെ തകർക്കത്തക്കണം, അത് ചുറ്റികയായി പ്രവർത്തിക്കും. സങ്കീർത്തനം 18:30 ഇപ്രകാരമാണ് പറയുന്നത്: ദൈവത്തിന്റെ വഴി തികവുള്ളത്, ദൈവത്തിന്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. അവൻ പരിചയമാകും. യഹോവയുടെ വചനം ഊതിക്കഴിച്ച അതിൽ ഒരു കുറവില്ല. അത് ഇറ്റ്സ് കോൾഡ് പ്യുവർ വേർഡ്. ആ ഊതിക്കഴിച്ച വചനമായിട്ട് എനിക്ക് ബന്ധമുണ്ടെങ്കിൽ അതെനിക്ക് യഹോവ എനിക്ക് പരിചയമായി മാറും. യഹോവ പരിചയമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ എത്ര വലിയ പ്രയാസ പ്രതിസന്ധി മേഖലകൾ കടന്നു വന്നാലും അതിനെ തരണം ചെയ്യുവാൻ, നമുക്ക് ശക്തി നൽകുവാൻ, നമ്മളെ അത് തളർത്താതിരിക്കാൻ, തകർക്കാതിരിക്കാൻ യഹോവയുടെ സാന്നിധ്യം നമുക്ക് പരിചയമായി ഉണ്ടാകും. സങ്കീർത്തനം 119:103 ഒരു പ്രാവശ്യം കൂടെ നിന്ന് നമുക്ക് വായിക്കാം. തിരുവചനം എന്റെ നാവിനെത്ര മധുരം, തിരുവചനം എൻ്റെ നാവിനെത്ര മധുരം, അവ എന്റെ വായ്ക്ക് തേനിനേക്കാളും മധുരമാകുന്നു. അവ എൻ്റെ വായ്ക്ക് തേനിനേക്കാൾ മധുരമാകുന്നു. പരിചയമാകുന്ന വചനം, നമ്മളെ ബലപ്പെടുത്തുന്ന വചനം, നമ്മളെ ശക്തീകരിക്കുന്ന വചനം, എൻ്റെ നാവിന് മാധുര്യം നൽകുന്നതെന്ന് പറയുമ്പോൾ ജീവിതത്തിന് മധുരം നൽകുന്ന അവസ്ഥ, കയ്പിൻ്റെ അവസ്ഥകൾ മാറ്റി മധുരത്തോടെ അനുഗ്രഹത്തോടെ വഴി നടത്തുന്ന അവസ്ഥ, അതാണ് ദൈവവചനം. യോഹന്നാന്റെ സുവിശേഷം 8:12 ഇപ്രകാരമാണ് പറയുന്നത്: യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. അത് പറയാനുള്ള കാരണം യോഹന്നാന്റെ സുവിശേഷം 1:5 വായിക്കുമ്പോൾ, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ കീഴടക്കിയില്ല. നമുക്കറിയാം, കൂരിരുട്ടിൻ്റെ മധ്യത്തിൽ ഒരു ചെറിയ പ്രകാശമുണ്ടെങ്കിൽ പോലും അത് കാണുവാൻ കഴിയും. കാരണം വെളിച്ചം അന്ധകാരത്തിനെ കീറിമുറിക്കുന്ന അവസ്ഥ. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട്, വചനം ദൈവമായിരുന്നു. വചനമായ ദൈവമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുമ്പോൾ, ആ വചനമായി നമുക്കൊരു ബന്ധമുണ്ടെങ്കിൽ, ആ വചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രകാശം നൽകുക മാത്രമല്ല, നാം പ്രകാശ ഗോപുരമായി മാറുമെന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രകാശം പകർന്നു കൊടുക്കത്തക്കണം ദൈവത്തിൻ്റെ വെളിച്ചമായി അന്ധകാരത്തിനെ കീറിമുറിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെയും നിങ്ങളെയും ദൈവം ഉയർത്തും. പക്ഷെ അതിന് വചനമായിട്ടൊരു ബന്ധം വേണം. സങ്കീർത്തനം 119:130 ഇപ്രകാരമാണ് പറയുന്നത്: നിന്റെ വചനം തുറക്കപ്പെടുമ്പോൾ അത് വെളിച്ചം നൽകുന്നു, അത് എളിയവർക്ക് വിവേകം നൽകുന്നു. നിന്റെ വചനം തുറക്കപ്പെടുമ്പോൾ അത് വെളിച്ചം നൽകുന്നെന്നാണ് പറയുന്നത്. കാരണം ജീവനുള്ള വചനമായിരിക്കുന്നതിനാൽ മറ്റുള്ളവരുടെ അന്ധകാരത്തിനെ മാറ്റത്തക്കവണ്ണമുള്ള വെളിച്ചമായി തീരുവാൻ കഴിയുമെന്ന്, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എവിടെയാണെന്ന് മനസ്സിലാക്കുവാൻ, നമ്മുടെ ജീവിതത്തിലെ പാകപ്പിഴകൾ എവിടെയാണെന്ന് മനസ്സിലാക്കി അത് നികത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ ദൈവിക കൃപകളിലേക്ക് വളരുവാൻ ഈ വചനം ഇടയാക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ വചനം തുറക്കപ്പെടുമ്പോൾ അത് വെളിച്ചം നൽകുന്നു, അത് എളിയവർക്ക് വിവേകം നൽകുന്നു. ഏറ്റവും അവസാനം 119:106, 107 വായിക്കുമ്പോൾ, നിന്റെ നീതിയുള്ള വിധികൾ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു, അത് ഞാൻ നിവർത്തിക്കും. ഞാൻ മഹാകഷ്ടതയിലായിരിക്കുന്നു. യഹോവേ നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. നിങ്ങളുടെയും ജീവിതത്തിൽ വചനം ദീപമായി തീരുമ്പോൾ, പ്രകാശമായി തീരുമ്പോൾ, ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, യഹോവേ നിൻ്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണേ. ജീവൻ നൽകുന്ന വചനം, ബലപ്പെടുത്തുന്ന വചനം, മധുരം നൽകുന്ന വചനം, ശക്തീകരിക്കുന്ന വചനം, ശുദ്ധീകരിക്കുന്ന വചനം, ബന്ധനങ്ങളെ തകർക്കുന്ന വചനം. ഈ വചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്
വ്യക്തമായി ഒരു മാർഗനിർദ്ദേശം നൽകുക മാത്രമല്ല, ജീവിത സാഹചര്യങ്ങൾക്കൊരു മാറ്റം വരുത്തത്തക്കണം ഇടയാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ തലയുടെ മടക്കാം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ ഈ വാത്സല്യമായ സ്വർഗ്ഗസ്ഥനാഥ, നിൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ കർത്താവേ, നിൻ്റെ വചനമായ ആഴമായൊരു ബന്ധമുണ്ടാകുവാൻ കർത്താവേ, പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും അന്ധകാരത്തിലും വഴി നടത്തുന്ന അങ്ങയുടെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമായി തീരുവാൻ കർത്താവേ, ആ പ്രകാശം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കത്തക്കണം നിൻ്റെ വചനത്തിൽ ആഴമായി ജീവിപ്പാൻ, അത് ഞങ്ങളെ ഓരോരുത്തരെയും സ്പർശിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ബലഹീനത ഞങ്ങളുടെ കുറവുകളും കണക്കിടാതെ കർത്താവേ, അത് ക്ഷമിച്ച് കർത്താവേ, അങ്ങ് കാൽവരി ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിച്ച് നിൻ്റെ വചനത്താൽ നിറച്ച് ആ വചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കി അനേകരെ നിന്നിലേക്ക് ആകർഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിൻ്റെ കൃപയും സാന്നിധ്യം ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശു സാക്ഷിക്കുന്നു. പിതാവ് കേൾക്കണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.